നമസ്കാരം. താഴ്വാരം. രചന ബിജു കെ വി. കാർ അതിവേഗം മുന്നോട്ട് പായുകയാണ്. ലാലുവിന് ചെറിയ പരിഭ്രമമുണ്ട്. അത് പുറത്ത് കാണിക്കാതെ ലാലു ഒരു ചെറുപുഞ്ചിരിയിൽ അനന്തനോട് ചോദിച്ചു, ബ്രോ ആരാ? നമ്മൾ എങ്ങോട്ടാ? നിനക്ക് പേടിയുണ്ടോ? അനന്തന്റെ മറുപടിയായി പറഞ്ഞു. പേടിയോ? എനിക്കോ? അല്ല, ബ്രോനെ ഇന്നലെ രാത്രിയല്ലേ കണ്ടുള്ളൂ. എന്താ ഉദ്ദേശം എന്നറിയില്ലല്ലോ. ലാലു സംശയം പ്രകടിപ്പിച്ചു. ഇന്ന് രാത്രി പാലക്കാട്ടേക്ക് ഡ്രഗുമായി ഒരു വണ്ടി വരും. കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് ആ വണ്ടിയിലുണ്ട്. അനന്തൻ ലാലുവിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ആ വണ്ടി നമ്മൾ പിടിച്ചെടുക്കും. അതിന് നിന്റെ സഹായം വേണം. ഞാൻ എങ്ങനെ? ലാലു സംശയത്തോടെ അനന്തനെ നോക്കി ചോദിച്ചു. ആ വണ്ടി നിന്റെ അപ്പന്റെ ഉറ്റ ചങ്ങാതി ശ്യാമിൻ്റെതാണ്. ശ്യാമും ആ വണ്ടിക്ക് എസ്കോട്ട് വരുന്നുണ്ട്. ലാലു ആകെ ഭയന്നു. അയ്യോ, ശ്യാമങ്കിൾ എന്നെ കണ്ടാൽ കൊന്നുകളയും. ഇപ്പോൾ തന്നെ ഞാൻ അങ്കിളിന്റെ കണ്ണിലെ കരടാണ്. ആ ജോൺ അങ്കിളിന്റെ ഒരു പാർട്ട്ണറുടെ മകനാണ്. ലാലു ഭീതിയോടെ പറഞ്ഞു. നീ പേടിക്കാതെ. അയാൾക്ക് നീ പിടികൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. നീ കുറച്ചു നേരം ശ്യാമിന്റെ വണ്ടിയെ ഹോൾഡ് ചെയ്താൽ മതി. ബാക്കി നമ്മുടെ പിള്ളേർ ചെയ്തോളും. പിന്നെ ഞാനില്ലേ, നമ്മൾ എറണാകുളം കഴിഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്യും. നീ ഞാൻ പറയും പോലെ ചെയ്താൽ മതി. ലാലുവിൻ്റെ ഉള്ളിൽ ഭീതി പടർന്നു. ഈ സമയം അനന്തൻ ലാലുവിന് ഒരു കവർ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതടിക്ക്, എല്ലാം ശരിയാവും. എന്നിട്ട് ഒരു കള്ള ചിരിച്ചിരിച്ചു. കവർ കണ്ടപ്പോൾ ലാലുവിൻ്റെ മുഖം സന്തോഷമായി. തിരുവനന്തപുരത്തെ ആളൊഴിഞ്ഞ ഗോഡൌണിൽ ശ്യാമും കൂട്ടുകാരും തിരക്കിട്ട ചർച്ചയിലാണ്. ചരക്ക് വണ്ടിയുമായി സേവ്യർ നിൽപ്പുണ്ട്. ശ്യാമിനോട് ഷിഹാബ് ചോദിച്ചു, ശ്യാമേ, പാലക്കാട്ടെല്ലാം റെഡിയല്ലേ? വഴിക്ക് എന്തേലും പ്രശ്നമുണ്ടോ? എല്ലാം ശരിയാണ്. ജോൺ പാലക്കാട്ട് കാത്തു നിൽപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വിട്ടു. നിങ്ങൾ ഓയിൽ ഫാക്ടറിയിൽ നിന്നാൽ മതി. ഞങ്ങൾ പുലർച്ചെ അങ്ങെത്തും. ഷിഹാബിനോടും ശിവരാമനോടുമായി ശ്യാം അത് പറഞ്ഞിട്ട് സേവ്യറിനെ നോക്കി പറഞ്ഞു, സേവ്യറെ, വൈകിട്ട് നമുക്ക് പുറപ്പെടണം. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. എന്നാൽ ശരി, പാലക്കാട്ട് കാണാമെന്ന് പറഞ്ഞ് ശിവരാമനും ഷിഹാബും കാറിൽ കയറിപ്പോയി. ശ്യാമും വേറൊരു കാറിൽ കയറി. എന്നിട്ട് പറഞ്ഞു, സേവ്യറിനെ വിളിച്ചു, സൂക്ഷിക്കണം. നിന്റെ കിങ്കരന്മാരോട് പറയണം കുടിച്ച് ബോധം കളയരുതെന്ന്. ഞാൻ വൈകിട്ട് വരാം. ഈ സമയം അങ്ങ് പാലക്കാട് ശ്യാമിന്റെ വീട്. വീട്ടിൽ നിന്നും ശ്യാമിലി പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോൾ അമ്മ മിലി അങ്ങോട്ടേക്ക് വന്നു. നീ ഇതെവിടെ പോവാ? മിലി ശ്യാമിലിയോട് ചോദിച്ചു. ഞാൻ സുചിത്രയുടെ വീട് വരെ പോയിട്ട് വരാം. ശ്യാമിലി മറുപടി പറഞ്ഞു. കാറിൽ കയറി. ഡീ പെണ്ണെ, നാടനകളെ ചുറ്റി പാതിരാത്രി എങ്ങാനും കയറി വന്നാൽ കാല് ഞാൻ തല്ലി ഓടിക്കും. മിലി ശ്യാമിലിയോട് ശഹാരത്തോടെ പറഞ്ഞു. ഓ ഇല്ലേ എൻ്റെ മിലിക്കുട്ടി എന്ന് പറഞ്ഞ് ശ്യാമിലി കാർ ഓടിച്ചു പോയി. സുചിത്രയുടെ വീടെന്ന് പറഞ്ഞ് ഗിരിധരന്റെ വീട്ടിലേക്കാണ് ശ്യാമിലി പോയത്. ശ്യാമിലി കാർ ഓടിച്ചു വരുന്നത് കവലയിലെത്താറായപ്പോൾ കോമളൻ കണ്ടു. ശ്യാമിലിയോട് നിർത്താൻ ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും കാർ അല്പദൂരം മുന്നോട്ട് പോയിരുന്നു. എങ്കിലും ശ്യാമിലി കാർ ചവിട്ടി നിർത്തി. കോമളൻ കാറിനരികിലേക്ക് വന്നു. എന്താ കോമളേട്ടാ? അത് പിന്നെ ശ്യാം സാറിൻ്റെ കൂട്ടുകാരൻ കോമളൻ വിക്കി. കാര്യം പറ. ശ്യാമിലി പിന്നെയും കോമളനോട് പറഞ്ഞു. ഗോപി സാറിൻ്റെ മോൻ ഇന്നലെ ഈ കവലയിൽ കിടന്ന് കുതിരെ തല്ലുവാങ്ങി. ഇന്ന്